ഹായ്, നമസ്കാരം. ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദേവൂസ് ഹെർബലിൻ്റെ ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ പരിചയപ്പെടുത്താൻ കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ദന്തപാല ഹെയർ ഓയിലാണ്. ദന്തപാല എന്ന് വെച്ചാൽ നമ്മൾ ഒരു സസ്യമാണ്. ദന്തപാല ഒരു സസ്യമാണ്. അതെല്ലായിടത്തും കിട്ടില്ല. ഒത്തിരി കഷ്ടപ്പെട്ടാണ് നമുക്ക് ആ സസ്യം കിട്ടിയത്. അതിനെ നമ്മൾ 15 ദിവസം നമ്മൾ ആട്ടിച്ച് വെളിച്ചെണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ തേങ്ങ ആട്ടിക്കുന്നിടത്ത് നിന്ന് കളക്ട് ചെയ്ത് അവിടെ നിന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണയിൽ 15 ദിവസം നമ്മൾ ഇട്ട് വെയിലത്ത് വെച്ച് അതിൻ്റെ സത്തെല്ലാം നമ്മളപ്പോൾ അതിനകത്തേക്ക് ചേരും, ആ വെളിച്ചെണ്ണയിലേക്ക് ചേരും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു ഓയിലാണ് ദന്തപാല ഹെയർ ഓയിൽ. ഈ ദന്തപാല ഹെയർ ഓയിലിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ ഹെയറിൽ ഉള്ള താരൻ കംപ്ലീറ്റ് ആയിട്ടും മാറുന്നതായിരിക്കും. അതുപോലെ ചൊറിച്ചിൽ, തല ഓട്ടിയിലുള്ള ചൊറിച്ചിൽ അത് പെട്ടെന്ന് മാറും. ചിലർക്ക് തല അങ്ങനെ കടിക്കും. താരൻ തന്നെയല്ല, താരൻ അല്ലാണ്ട് ചൂടുകുരു പോലെ വരും. ആ ചൂടുകുരുവിനെല്ലാം നല്ലതാണ് ഈ ഹെയർ ഓയിൽ. ഹെയർ ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടിയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യണേ. അതൊരു അരമണിക്കൂർ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളയാം. അപ്പം ശരിക്കും താരൻ കംപ്ലീറ്റ് പോവും. അത് തന്നെയല്ല, ചൊറിച്ചിലും മാറും. പിന്നെ നമ്മുടെ സ്കിന്നിലുള്ള ചൊറിച്ചിൽ, സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ അങ്ങനെയുള്ളതിനൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്താൽ മതി. അത് കുറയല്ല, ഒത്തിരി വ്യത്യാസം വരും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഹെയർ ഓയിൽ ആണ് ഇത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ കൊറിയറായിട്ടും ഇന്ത്യയിൽ എവിടെയും നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. എല്ലാം ഉണ്ട്. നമ്മുടെ ദേവൂസിൻ്റെ കുറേ പ്രൊഡക്റ്റുകളുണ്ട്, ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ 1-2 വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതിനെ പറ്റി പറഞ്ഞിരുന്നു. സോപ്പായാലും ഒരു 16 കൂട്ടം സോപ്പുകളുണ്ട്, പിന്നെ ഹെയർ ഓയിലുണ്ട്, അങ്ങനെ ഒത്തിരി ക്രീമുകൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ ദന്തപാലയുടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പം ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.